ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ് നമ്മുടെ ലാലേട്ടൻ പോയതിന് ശേഷം ബിഗ് ബോസ് മലയാളം സീസൺ 6 കുറച്ചധികം കാര്യങ്ങൾ സംഭവിച്ചു. ഇന്നലെ നമ്മുടെ ഗബ്രിയും ജാസ്മിനും തമ്മിൽ സംസാരിക്കുന്നില്ല. ജാസ്മിൻ എന്താണെന്ന് ചോദിക്കാൻ ചെല്ലുന്ന സമയത്ത് ഗബ്രി ഒഴിഞ്ഞു മാറിപ്പോകുന്നു. മറ്റുള്ള താരങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ച സമയത്ത് ഗബ്രി എനിക്ക് ഫുഡ് വേണ്ട എന്ന് പറഞ്ഞ് തൻ്റെ റൂമിലേക്ക് പോകുന്നു. ജാസ്മിൻ എന്തെങ്കിലും സംസാരിക്കാൻ ചെല്ലുമ്പോൾ ഗബ്രി താല്പര്യമില്ലാത്തതുപോലെ പെരുമാറുന്നു. ഇത് കണ്ട് ഗബ്രി പൊട്ടിക്കരയുന്നു. ഗബ്രി മാറി നിന്ന് സങ്കടപ്പെടുന്നു. ഇത് കണ്ട് ജാസ്മിൻ പൊട്ടിക്കരയുന്നു. അത് എന്താണ് കാര്യമെന്ന് അന്വേഷിച്ച് ഗബ്രിയുടെ പുറകെ പോകുന്നു. കട്ടിലിരുന്ന് അവർ സംസാരിക്കുന്നു. ഇതൊക്കെ ചുറ്റിപ്പറ്റി ഇന്നലെ ബിഗ് ബോസ് ഹൗസിൽ എന്താണ് സംഭവിച്ചത്? ലാലേട്ടൻ എത്തുന്നതിന് മുന്ന് വളരെ ഹാപ്പി ആയിട്ടിരുന്ന രണ്ടുപേര് ലാലേട്ടൻ വന്ന് ആ ഒരു ഈസ്റ്റർ ദിന എപ്പിസോഡിന് ശേഷം എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചതെന്ന് ആലോചിച്ചെടുക്കുന്ന സമയത്ത് ഇത്രയും നാൾ ബിഗ് ബോസ് കണ്ട ഒരു പരിചയവും അതുപോലെ തന്നെ ബിഗ് ബോസിനെ റിവ്യൂ ചെയ്യുന്നൊരു റിവ്യൂവർ എന്നുള്ള രീതിയിൽ ഞാൻ ഇതിൽ നിന്ന് ഡീകോഡ് ചെയ്തെടുത്തത് അർജുനും ജാസ്മിനും തമ്മിൽ ഇന്നലെ ആ ഒരു ഈസ്റ്റർ ദിന എപ്പിസോഡിൽ നടത്തിയ ആ ഒരു ഫാഷൻ ഷോ എന്ന് പറയാം, ആ ഒരു പരിപാടി നമ്മുടെ ഗബ്രിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിലുപരി ഇവർ രണ്ടുപേരും വന്ന സമയത്ത് വളരെ ക്യൂട്ടായിട്ടുണ്ട്, എക്സലൻ്റ് ആയിട്ടുണ്ടെന്ന് ബിഗ് ബോസ് താരങ്ങളും അതുപോലെ തന്നെ ലാലേട്ടനും ഒരുപോലെ പറഞ്ഞു. പിന്നെ മറ്റുള്ള നമ്മുടെ ജിൻഡോയും റസ്മിനൊക്കെ ചെയ്തതിലുപരി നല്ല രീതിയിലുള്ള ആക്ഷൻ സീക്വൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്താണ് നമ്മുടെ അർജുനും ജാസ്മിനും തമ്മിൽ. ഇതൊക്കെ കണ്ട് നമ്മുടെ ഗബ്രിക്ക് നല്ല രീതിയിലൊരു പ്രൊസസീവ്നെസ് വന്നു എന്നുള്ള കാര്യം ആ ഒരു എന്താണ് പിണക്കം കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാകും. അതിനുശേഷം നമ്മുടെ ഗബ്രി നല്ല രീതിയിൽ തന്നെ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. അത് കണ്ടിരുന്ന് സങ്കടപ്പെടുന്ന ജാസ്മിനെ നമ്മുടെ അർജുൻ വന്ന് സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അർജുനും ജാസ്മിനും അതിൻ്റെ ഇടയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സങ്കടത്തിൻ്റെ ഇടയിൽ നമ്മുടെ ഗബ്രിക്ക് ഇരട്ടി സങ്കടം പോലെ ആ ഒരു കാര്യവും ഉണ്ടായി. ഇതിന് ശേഷമാണ് ഗബ്രി ജാസ്മിനായിട്ട് സംസാരിക്കുന്നതും നിന്നോട് ആരങ്ങനെ അടുത്ത് പെരുമാറുന്നതും നമ്മളുടെ ബന്ധത്തിനിടയിൽ അല്ലെങ്കിൽ നമ്മൾ ഇരുന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ മറ്റൊരാൾ വന്നൊരു കാര്യം പറയുന്നുവെന്നും എനിക്കിഷ്ടമല്ല എന്ന്. തീർച്ചയായിട്ടും ജാസ്മിനും വേണമെങ്കിൽ ഗബ്രിനോട് പറയാമായിരുന്നു, ഞാൻ ഈ ചെയ്തതുപോലെ നീയും എന്താണ് ശരണ്യയും തമ്മിൽ ഇന്നലെ ഡാൻസ് കളിച്ചിരുന്നു, അതിനകത്ത് എനിക്കൊരു കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിയിൽ ജാസ്മിനും പറയാമായിരുന്നു. അങ്ങനെയൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. പിന്നീട് ജാസ്മിൻ എന്താണ് കാരണമെന്ന് കൃത്യമായിട്ട് അറിയണമല്ലോ. ഈ ഒരു അർജുനായിട്ട് ഒരു ഫാഷൻ ഷോ ചെയ്തതാണോ അല്ലെങ്കിൽ മറ്റു ചില കാരണങ്ങൾ ഉണ്ടാകുന്നറിയാൻ വേണ്ടിയിട്ട് ഗബ്രിയുടെ കാലുമ്മ എന്തോ എഴുതി കാണിച്ചു, എന്തോ ഒരു ആൽഫബറ്റ് എഴുതി കാണിച്ചു. നമുക്കത് കാണുന്ന സമയത്ത് എ എന്ന് പറയുന്ന രീതിയിൽ അത് എഴുതി കാണിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മുടെ ഗബ്രി പറയുന്നുണ്ട് അത് തന്നെ എന്നൊക്കെ ഉള്ള രീതിയിൽ ഗബ്രി പറയുന്നുണ്ട്. പിന്നീട് അതിന് ശേഷമാണ് ഇവർ തമ്മിലുള്ള എന്താണ് ബന്ധം എത്രത്തോളം വളർന്നിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായത്. നിന്നെ ഞാൻ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം എന്താണ് ഇപ്പോൾ നിനക്ക് മനസ്സിലാവില്ല. അതിനെ ഒരു റൊമാൻസോ അല്ലെങ്കിൽ ലവ്വോ എന്നുള്ള രീതിയിലൊക്കെ പറയാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ അത്രമാത്രം നിന്നെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിൽ ഗബ്രി ജാസ്മിനോടൊക്കെ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ലാലേട്ടൻ പോയതിന് ശേഷം തുടങ്ങിയ ഈ ഒരു ലൈവ് എന്ന് പറയുന്നത് രാത്രി 3 മണിവരെയും എന്താണ് ബിഗ് ബോസിൽ സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു 3 മണിവരെയും ഏകദേശം ഒരു 90% ഇവരുടെ രണ്ടുപേരുടെയും കാര്യങ്ങളാണ് ഇന്നലെ നടന്നിരുന്ന ലൈവിൽ കാണിച്ചിരുന്നത്. കാരണം വേറെ ഒന്നും ഇല്ലായിരുന്നു. രാവിലെ 3 മണിക്ക് എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ഇരുന്ന് കരയുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, പരസ്പരം പ്രണയം പങ്കുവെക്കുന്നത് പോലെ സംസാരിക്കുന്നു, അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ. എന്തൊക്കെയായാലും നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കുന്ന സമയത്ത് അർജുനായിട്ടുള്ള ഈ ഒരു ഫാഷൻ ഷോ, അതിനുശേഷം നമ്മുടെ ജാസ്മിൻ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് സാധാരണ രീതിയിൽ നമ്മുടെ ഗബ്രിയാണ് സമാധാനിപ്പിക്കാറ്. ഈ ഒരു സമയത്ത് അർജുൻ വന്ന് നിന്ന് സമാധാനിപ്പിക്കുന്നു. ഇതൊക്കെ കണ്ട് ഗബ്രിക്ക് നല്ല രീതിയിൽ തന്നെ പ്രൊസസീവ് അടിച്ച് പ്രാന്തായ അവസ്ഥയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇത് ഗബ്രി ആത്മാർത്ഥമായിട്ട് ജാസ്മിനെ സ്നേഹിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഈ ഒരു സമയത്ത് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവരൊന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.